നാട്ടിലൊരു വലിയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്. വലിയ കലാപം ഉണ്ടാക്കാൻ. ഇനി അങ്ങനെ ഒരു ശ്രമം നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആരാണ് ഇതിന് ഗൂഢാലോചന നടത്തിയത്? ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? അത് കൃത്യമായി അന്വേഷിക്കണം. വടകരയിൽ ഇതുപോലുള്ള വിഷയങ്ങൾ കത്തിക്കുന്നതിൽ CPM പോലെ തന്നെ പങ്ക് പോലീസിനുണ്ട്. അതുകൊണ്ടൊരു SIT വരട്ടെ, അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെട്ടെ. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാടിനെയാകെ മലിനമാക്കാൻ ശ്രമിച്ച കാഫിർ സ്ക്രീൻഷോട്ട്. വ്യാജ പ്രചരണ കേസിലെ അന്വേഷണം അടിയന്തരമായി ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നേരിട്ട് കണ്ട് കത്ത് സമർപ്പിച്ചു. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധന നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് ഇപ്പോൾ 20 മാസത്തിലധികം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നിർണായകമായ ഈ ശാസ്ത്രീയ തെളിവുകൾ പുറത്തുവിടാതെയും യഥാർത്ഥ പിടികളെ പിടികൂടാതെയും അന്വേഷണം അവസാനിപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിലെ കടുത്ത ജനവികാരം മന്ത്രിയെ നേരിട്ടറിയിച്ചത്. നിരപരാധിയായ ഒരു യുവാവിനെ വേട്ടയാടാനും സമൂഹത്തിൽ വർഗീയ ചേർതിരിവ് ഉണ്ടാക്കുവാനും തുനിഞ്ഞിറങ്ങിയ ആ സൈബർ കുറ്റവാളികളെ വെറുതെ വിടാൻ കഴിയില്ല. വിഷയത്തിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൽ കൃത്യമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. നാടിന്റെ സൗഹാർദ്ദം തകർത്ത യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പാറക്കൽ അബ്ദുള്ള, കുറ്റ്യാടിയുടെ MLA ആയിട്ടുള്ള പാറക്കൽ അബ്ദുള്ള ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമാണല്ലോ കാര്യങ്ങൾ. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമാണ് ഈ കേസ് തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ അവസാനിപ്പിക്കുന്നു എന്ന്, തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കേസന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് പിണറായി വിജയൻ സർക്കാർ ഉത്തരവിറക്കിയത് അല്ലേ? കൃത്യമായിട്ട് തങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടാൻ പോവുകയാണ്, അതുകൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് ചുരുട്ടിക്കൂട്ടി മൂലക്കിടണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന് പുറത്താണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് കേസ് അവസാനിപ്പിക്കുന്നു എന്നുള്ള ഉത്തരവ് പിണറായി വിജയൻ ഇറക്കിയത് അല്ലെ? പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. കാരണം എന്താ? കാരണം ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം അവസാനം ചെന്ന് നിന്നത് DYFI നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനിലേക്കാണ്. അവിടെ നിന്ന് പോയാലോ? അവിടെ നിന്ന് പോയാൽ ആ അന്വേഷണം അവിടെ നിന്ന് തുടർന്നാൽ, അത് അവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ, ആ അന്വേഷണം എത്തിപ്പെടാൻ പോകുന്നത് KK ലതിക എന്ന് പറയുന്ന CPM നേതാവായിട്ടുള്ള KK ലതികയുടെയും ലതികയുടെ മക്കളുടെയും അടുത്തേക്കാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് വടകരയുടെ മണ്ണില് പാലക്കാടിന്റെ MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് പറിച്ച് വടകരയുടെ മണ്ണിലേക്ക് മാറ്റി നട്ട ദിവസം, ഷാഫി പാലക്കാട് നിന്ന് വടകരയിൽ വന്നിറങ്ങിയ ദിവസം, ആ ദിവസം തൊട്ട് KK ശൈലജ എന്ന് പറയുന്ന ഇവരുടെ സ്ഥാനാർത്ഥി തോൽവി ഭയത്താൽ വെപ്രാളപ്പെട്ട് ഓടുകയായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ വിജയിക്കും എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തില് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തില് 2024 വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് ഒരു സുപ്രഭാതത്തിൽ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നു അല്ലേ? എന്താണ്? 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമായ ഷാഫിക്ക് വോട്ട് ചെയ്യണം, കാഫിറായ ശൈലജക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളതായിരുന്നു ആ സ്ക്രീൻഷോട്ട്. എന്നിട്ട് ഈ സ്ക്രീൻഷോട്ട് സഖാക്കൾ ഉണ്ടാക്കി. ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് സഖാക്കൾ ഉണ്ടാക്കിയിട്ട് അത് ഷാഫിയുടെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ശ്രമം. ആ ശ്രമം പൊട്ടിപ്പാളീസായി പോയി. കാരണം അന്വേഷണം തുടങ്ങിയ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഇത് CPM സൃഷ്ടിയാണ് എന്നുള്ളത് വടകരയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമായി അല്ലേ? വടകരയിൽ നിന്ന് 1,15,575 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറി. നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ ആ വടകരയുടെ മണ്ണില് ജനങ്ങൾക്കിടയിൽ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ
വർഗീയതയുടെ കാർഡിറക്കി കളിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു CPM എന്ന് പറയുന്ന ക്രിമിനൽ തെമ്മാടികൾ. ഇതേ CPM 2024 കാഫിർ സ്ക്രീൻഷോട്ടാണ് വടകരയിൽ ഇറക്കിയതെങ്കിൽ 2026 ആയപ്പോൾ കൗമിലെ കുട്ടി എന്ന് പറയുന്ന വർഗീയതയുടെ പ്രചരണവുമായിട്ട് ഇതേ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ ഫാത്തിമ തെഹ്ലിയക്ക് നേരെയും വർഗീയതയുടെ കാർഡ് ഇറക്കി കളിച്ചു. അല്ലേ? കേരളത്തിൻ്റെ മണ്ണില് സംഘ് പരിവാർ പോലും ഇറക്കാൻ മടിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലേ? അപ്പോൾ ആ CPMന് തോൽവി വലിയ ഭയമാണ്. തോൽവിയെ അംഗീകരിക്കാനും വലിയ ഭയമാണ്. അപ്പോൾ ഈ തോൽവി മുന്നിൽ കണ്ടാൽ പിന്നെ CPMന്റെ അടുത്ത ഏർപ്പാട് എന്ന് പറയുന്നത് ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമാണ്. ജനങ്ങൾക്കിടയിൽ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്ത് പാകിക്കൊണ്ടുള്ള കളി. ഇത് വടകരയിൽ നമ്മൾ കണ്ടു 2024, ഇപ്പോൾ 2026 പേരാമ്പ്രയിലും നമ്മൾ കണ്ടു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നിരന്തരമായിട്ട് വടകരയിൽ, കുറ്റ്യാടിയിൽ, നാദാപുരത്ത്, പേരാമ്പ്രയിൽ, വേളത്ത്, കടിയങ്ങാട്, വില്യാപ്പള്ളിയിൽ ഈ മേഖലകളിലൊക്കെ നിരന്തരമായിട്ട് ഈ വർഗീയതയുടെ കാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ 2026 പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഹൈന്ദവ വീടുകൾ കയറിയിട്ട് അപ്പുറത്ത് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അവരെ വിജയിപ്പിച്ചാൽ ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള പ്രചരണം സഖാക്കൾ നടത്തി. സംഘ് പരിവാറുകാരല്ല, സഖാക്കൾ നടത്തി പേരാമ്പ്രയുടെ മണ്ണിൽ. അല്ലേ? അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് പിണറായി വിജയൻ സർക്കാർ ഒരു ഉത്തരവിറക്കിയത്. എന്ത്? ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ല, അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത്. എന്തായിരുന്നു കാരണം? അന്വേഷണം ചെന്നെത്തിയത് TP രാമകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന റിബേഷ് രാമകൃഷ്ണൻ. ആ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന DYFIയുടെ നേതാവിൻ്റെ അടുത്തേക്കാണ് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്നെത്തിയത്. അവിടെ നിന്ന് അത് മുന്നോട്ട് പോയാൽ ഞാൻ പറഞ്ഞതുപോലെ KK ലതിക എന്ന് പറയുന്ന CPMന്റെ നേതാവിൻ്റെ മക്കളിലേക്കാണ് ഈ അന്വേഷണം പോകേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം അവിടെ അവസാനിപ്പിച്ചു. തെളിവുകളില്ലെന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഡിജിറ്റൽ തെളിവുകളാണ് കണ്ടെത്തേണ്ടത്. ആ ഡിജിറ്റൽ തെളിവുകൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് അന്വേഷണം അവിടെ അവസാനിപ്പിച്ചു. കൃത്യമായിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചോരയൂറ്റി കുടിക്കുവാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എക്കാലവും CPM വടകരയുടെ മണ്ണിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും ചീഞ്ഞ് നാറിയ ദുഷിച്ച ഒരു പ്രവൃത്തിയായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട്. ഷാഫി പറമ്പിലിനെ കണ്ട് ഹാലിളകിയിട്ട് ഷാഫി KK ശൈലജയെ 8 നിലയിൽ പൊട്ടുമെന്ന് ഷാഫി സ്ഥാനാർത്ഥിയായ ആ നിമിഷം മുതൽ മനസ്സിലാക്കിയ സഖാക്കളാണ് വടകരയുടെ മണ്ണിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത്. അല്ലേ? ഷാഫി വടകരയുടെ മണ്ണിൽ ആദ്യമായിട്ട് കാലുകുത്തിയ ദിവസം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അവിടെ നിന്നാണ് ഷാഫിയോടുള്ള വെറുപ്പും വൈരാഗ്യവും ഇവരുടെ മനസ്സുകളിലേക്ക് കടന്നു കയറുന്നത്. അല്ലേ? നമ്മളതിനെക്കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആ കേസ് വീണ്ടും അന്വേഷിക്കണം, അതിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് അവസാനിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറ്റ്യാടിയുടെ ജനപ്രതിനിധി, കുറ്റ്യാടിയുടെ MLA പാറക്കൽ അബ്ദുള്ള ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുകയാണ്. അല്ലേ? കൃത്യമായിട്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട്. സംഘ് പരിവാറിൻ്റെ രാഷ്ട്രീയം, വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം. എടോ CPMകാരാ, നിനക്കത് ഏറ്റുപിടിക്കാൻ നിന്റെ മനസാക്ഷി എങ്ങനെ അനുവദിക്കുന്നു? നിന്റെ മനസാക്ഷി അതിന് സമ്മതിക്കുന്നത് എങ്ങനെയാ? സംഘ് പരിവാറുകാരൻ്റെ അതേ രാഷ്ട്രീയം, വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് സഖാക്കളെ നിങ്ങൾക്ക് എങ്ങനെ മാറാൻ കഴിയുന്നു? തെരഞ്ഞെടുപ്പല്ലേ? തെരഞ്ഞെടുപ്പിൽ തോൽവിയും വിജയവും പരാജയവുമൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ. കോൺഗ്രസ്സുകാരൻ പരാജയപ്പെടും,
മുസ്ലിം ലീഗുകാരൻ പരാജയപ്പെടും, സഖാക്കൾ പരാജയപ്പെടും എന്ന് കരുതിയിട്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി ഒരു നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ആ ചോര കൂറ്റിയുടിക്കുന്ന കുറുക്കന്മാരാവരുത് സഖാക്കൾ. എന്താണെങ്കിലും വിജയനല്ല ആഭ്യന്തരം ഭരിക്കുന്നത്. വിജയൻ അവസാനിപ്പിച്ച് കിട്ടിയാലും തെളിവുകളില്ലെന്ന് പറഞ്ഞ് എത്രയൊക്കെ കേസ് വിജയൻ അവസാനിപ്പിച്ചിട്ടുണ്ടോ ആ കേസുകളിലൊക്കെ നിങ്ങളെ പേടിപ്പെടുത്തുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആ ഭയത്തെ പിന്തുടരാൻ തന്നെയാണ് ഈ സർക്കാരിൻ്റെ എല്ലാവിധ പദ്ധതികളും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ പണി തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തനം അവിടെ മുതൽ തുടങ്ങി. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ പേരാമ്പ്രയിലെ കൗമിലെ കുട്ടി മുതൽ എണ്ണി 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 ഓരോന്നിനും കണക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും സഖാക്കളെ. ആ കാലമാണ് ഇനി കേരളം കാണാൻ പോകുന്നത്.